പ്രിയപ്പെട്ട മലയാളികളെ, ഈ കരയിലെ സുന്ദര ശില്പമാണ് ആന. ആ ആനയെ ചങ്ങലക്കിട്ട് ഉപദ്രവിച്ച് യാതൊരു വിധത്തിലും അതിൻ്റെ ഒരു മൃഗമെന്നുള്ള രീതിയിലുള്ള യാതൊരുവിധ അന്തസ്സും അതിനോട് കാണിക്കാതെ കാടത്തം മാത്രം ബാർബേറിക് രീതിയിൽ ട്രൈബൽ അനുഷ്ഠാനങ്ങൾ നടത്തി അതിൻ്റെ ആയുസ് നരകിപ്പിച്ച് അതിനെ കൊല്ലുന്നത് ഏറ്റവും വലിയ ക്രൂരതയാണ്. മൃഗീയതയേക്കാൾ ഇതിനപ്പുറം ഒരു ക്രൂരതയില്ല എന്ന് നമ്മുടെ മലയാളികളോട് പറഞ്ഞ ഉടനെ അടുത്ത ചോദ്യം, രാവിലെ പൊറോട്ടയും ബീഫും കഴിച്ചത് നന്നായിരുന്നോ എന്നാണ്. പൊറോട്ടയും ബീഫും കഴിച്ച് വളർന്ന ആളാണ്. ഏത് ജീവിയെയും ആവശ്യമില്ലാതെ ഉപദ്രവിച്ച അത് തെറ്റ് തന്നെയാണ്. ഞാനൊരു സാധാരണ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച് വളർന്ന ആളാണ്. ബീഫും പോർക്കും കോഴിയും ഒക്കെ കഴിച്ച് വളർന്നതാണ്. പക്ഷെ പിന്നീട് വളർന്നപ്പം ഈ മൃഗങ്ങളെ ലോറി കയറ്റിക്കൊണ്ട് വരുന്നതും അതുങ്ങൾ താഴെ ഇരിക്കാതിരുന്ന അതിൻ്റെ വാലൊക്കെ പിടിച്ചൊടിക്കുകയും കണ്ണി മുളക് തേക്കുമെന്നൊക്കെ കേട്ടപ്പം ഞാൻ പതുക്കെ ഒരു മാംസവും കഴിക്കാത്ത ആളായി മാറി. പിന്നീട് ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ കുറച്ച് പ്രാവശ്യമൊക്കെ കഴിച്ചു. പിന്നീട് അത് ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം വിദേശ രാജ്യങ്ങളിലെ മൃഗങ്ങളെ ഹ്യൂമാനിറ്റേറിയനായിട്ടാണ് സ്ലോട്ടർ കൊല്ലുന്നത്, കശാപ്പ് ചെയ്യുന്നത്. അവർ ആദ്യം ടേസ്റ്റ് ചെയ്തതിന് ശേഷം വെടിവെച്ച് കൊല്ലുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ പ്രാകൃതമായിട്ടല്ല വികസിത രാജ്യങ്ങളിലൊന്നും മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നത്. എന്നാൽ പോലും ഒരു സെൻറ്റിയൻ ബീയിങ് ആണ്. അവർക്ക് ശരിക്കും മനസ്സിലാവും. അവരെ ആ ലൈൻ നിർത്തുമ്പോഴേ, കൊണ്ടുവരുമ്പോഴേ, ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് അവരുടെ കൂട്ടത്തിലുള്ളവരുടെ ചോരയുടെ മണമൊക്കെ അവർക്ക് മനസ്സിലാവും. അവർ കരയുക വരെ ചെയ്യും. അതുകൊണ്ട് ഞാൻ പിന്നീട് മാംസം കഴിക്കുന്നത് പാടെ നിർത്തി. അതിൻ്റെ ആവശ്യമില്ല. ലോകം മുഴുവൻ ഇഷ്ടംമാതിരി ഫുഡുണ്ട്, എന്തോരം പ്രോട്ടീൻ കഴിക്കാനുണ്ട്. ഒരു മൃഗത്തിനെ കഴിച്ചിട്ട് വേണ്ട ഈ ലോകത്ത് ഒരായുസ് ജീവിച്ചിരിക്കാൻ എന്ന് മനസ്സിലായി. ഈ ആനയോട് ചെയ്യുന്ന ക്രൂരതകൾ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. ഒന്നാമത്, ഈ ഒരാനയൊക്കെ ഏക്കത്തുക പിടിക്കുന്നത് 15ഉം 20ഉം ലക്ഷമൊക്കെ വെച്ചാണ്. ഇത്രമാത്രം പൈസ ഇറക്കി പണം ഉണ്ടാക്കി കളിക്കുന്ന ഈ മാന്യ മഹാജനങ്ങൾക്ക് ഒരു കാല് ചങ്ങലക്കിടാതെ ഒരു എൻക്ലോഷർ ഉണ്ടാക്കി ആ ആനയെ താമസിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇവർക്കില്ലേ? എന്ത് മഹാപാപമാണ് ഇവർ ചെയ്യുന്നത്? ഏത് ദൈവത്തിൻ്റെ പ്രതിമയാണ് ഈ പാവം ആനയെ ചങ്ങലക്കിട്ട് വ്രണത്തിലടിച്ച് ഉപദ്രവിച്ച് തിടമ്പേറ്റി ഏത് ദൈവത്തെയാണ് ഇവർ പ്രസാദിപ്പിക്കുന്നത്? മനസ്സിലാവാത്തതുകൊണ്ട് ചോദിക്കുക. ഈ വീഡിയോ ഒരാളെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായി പറിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് പെഴ്സിമൻ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ടാണ്. നിറയുണ്ട്. കുറേ മഴയും കാറ്റുമൊക്കെ വരുന്ന സമയം, അതുകൊണ്ട് ഒടിഞ്ഞു പോകുന്നതിന് മുമ്പേ കുറേ പറിച്ച് അയൽവക്കക്കാർക്കൊക്കെ കൊടുക്കാൻ പോവാണ്. നമ്മൾ എത്ര പുരോഗമിച്ചാലും, എത്ര AI വന്നാലും, എത്ര മാറ്റങ്ങൾ കേരളത്തിൽ കേരളത്തിലല്ല ഇന്ത്യ മുഴുവൻ ഇത് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ ആനയെ എങ്ങനെയാണ് പീഡിപ്പിക്കുന്നതെന്നുള്ളത് അറിയത്തില്ല. കേരളത്തിലാണ് ഇതിൻ്റെ കുത്തക പീഡനം എന്നുള്ളത് എനിക്കറിയാം. ഈ ആനകളെ ഉപദ്രവിക്കുന്നത് നിർത്തി. ഏത് മൃഗത്തെ ഉപദ്രവിച്ചാലും തെറ്റാണ്. ഈ ആനകളെ ഉപദ്രവിക്കുന്നത് നിർത്താതെ ഒരു വിധത്തിലും നമുക്ക് മുന്നേറ്റം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല.